ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ ആശ വിനീഷ്. സെറ്റ് എക്സാമിന്റെ റിസൾട്ട് വന്നു. അപ്പൊ അതിനുശേഷം ഒരുപാട് പേര് നിരാശയിലാണ്. കാരണം ഇത്തവണ കഴിഞ്ഞ തവണത്തെ പോലൊന്നും അല്ല. റിസൾട്ട് എല്ലാവർക്കും അറിയാം, പെർസെൻറ്റേജ് വളരെ കുറവാണ് അല്ലേ. അപ്പം ഏകദേശം ഒരു 13-15% മാത്രമാണ് ആൾക്കാർ പാസ്സായിട്ടുള്ളത്. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ പ്രതീക്ഷിച്ച, പലപ്പോഴും എല്ലാവരും ഇങ്ങനെ പ്രതീക്ഷിച്ചു ഞാൻ പാസ്സാകും എന്നുള്ള കാര്യം. അപ്പം അതിൽ പരാജയം നേരിടാനുള്ള കാരണങ്ങൾ നിങ്ങളുടേത് ഇവയൊക്കെയാണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. ഇനിയും നിങ്ങളുടെ പരാജയങ്ങൾ വേറെ പല കാരണങ്ങളാണ് എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതാണ് എങ്കിൽ തീർച്ചയായിട്ടും അതും ഒന്ന് കമൻറ്റിൽ തന്നെ രേഖപ്പെടുത്തുക. ഓക്കെ, അതായത് നമ്മൾ എപ്പോഴും ജനറൽ പേപ്പറിനെ കൃത്യമായി അനലൈസ് ചെയ്ത് പഠിക്കാത്തത് പലരുടെയും പരാജയത്തിൻ്റെ ഒരു കാരണമാണ്. ഈ തവണ എന്നറിയാം, നമുക്കറിയാം കേറ്ററ്റിൻ്റെ ഒക്കെ ഒരു എക്സാം, സെറ്റിൻ്റെ എക്സാം, ഇതെല്ലാം കൂടെ ഒരു മിക്സ് ആയിട്ടായിരുന്നു വന്നത്. ആ സമയം കുറച്ചേറെ പരിഗണന എന്തിനു കൊടുത്തു കാണും? മിക്കവരും കേറ്ററ്റിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കേറ്ററ്റിന് കൊടുത്തത് കൊണ്ട് തന്നെ ജനറൽ പേപ്പറിനൊന്നും പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്തിട്ടില്ലാത്തവർ എന്താണ്, അടുത്ത തവണ എക്സാം എഴുതുന്നതിനിപ്പുറം എന്ത് ചെയ്യുക? നന്നായി പരിഗണന കൊടുത്ത് നിങ്ങളുടെ ജനറൽ പേപ്പർ നിങ്ങൾ പഠിക്കുക, മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ തന്നെ. ഇനിയും അടുത്തത്, ഈ തവണത്തെ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിച്ചോ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും, അതായത് കുറച്ചൊക്കെ ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വന്നു, പക്ഷേ കുറച്ചുകൂടെ പാറ്റേൺ PYQനെ മാത്രം ബേസ് ചെയ്ത് നമുക്ക് പഠിച്ചിട്ട് പോകാം എന്നുള്ളത് മാറി തുടങ്ങിയിട്ടുണ്ട്. PYQന് അപ്പുറത്തേക്കൊക്കെ ചിലപ്പോൾ ഡിഫിക്കൽറ്റി ലെവൽസ് ക്വസ്റ്റ്യൻസ് വന്നു, അത് മനസ്സിലാക്കുക. അപ്പോൾ കുറച്ചും കൂടി ഡെപ്തിലേക്ക് പോയുള്ള പഠനം സെറ്റ് എക്സാമിന് ആവശ്യമാണ് എന്ന് ചില ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളെ മനസ്സിലാക്കി തരുന്നു. അടുത്തത് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് നമ്മുടെ സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നു തുടങ്ങി. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഇനിയുള്ള പരീക്ഷകൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കണം. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അതും പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇനിയും അടുത്തത് എന്ന് പറയുന്നത്, പലപ്പോഴും നമ്മൾ BEdന് പഠിച്ചതുപോലെ അല്ലെങ്കിൽ നമ്മുടെ PG പഠിച്ചതുപോലെ മാത്രം സെറ്റ് എക്സാമിനെ കാണും. അങ്ങനെയല്ല, ഒരു നെറ്റ് നിലവാരത്തിലെ ക്വസ്റ്റ്യൻസ് പണ്ടത്തെ ഉണ്ടായിരുന്നത് വരെ സെറ്റ് എക്സാമിലേക്ക് വന്നു തുടങ്ങി. പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. അപ്പം അതൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് നമ്മുടെ BEdന് പഠിക്കുന്നത് പോലോ അല്ല എങ്കിൽ നമ്മൾ PGക്ക് പഠിക്കുന്നത് പോലോ പഠിച്ചു കഴിഞ്ഞാൽ ഈ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക. ദെൻ കറണ്ട് അഫയേഴ്സ് എല്ലാവർക്കും ഒരു വില്ലനാണ്. കറണ്ട് അഫയേഴ്സ് നേരെ പഠിച്ചെങ്കിൽ മാത്രമാണ് ഈ എക്സാം പാസ്സാകത്തുള്ളൂ. കാരണം ഇതിൻ്റെ പ്രത്യേകത, ജനറൽ പേപ്പറിലും പ്രത്യേകം മാർക്ക് വേണം, നമ്മുടെ സബ്ജക്റ്റ് പേപ്പറിനും പ്രത്യേക പെർസെൻറ്റേജ് വേണം, എന്നിട്ട് അഗ്രിഗേറ്റ് വേണം താനും. അപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സിന് പത്രവായന മസ്റ്റാണ്. നിങ്ങൾ അടുത്ത എക്സാം മുന്നിൽ കാണുന്നെങ്കിൽ പത്രം നേരെ ചെവ്വേ വായിക്കുക. അതോടൊപ്പം തന്നെ അവിടെ എന്തൊക്കെ ഏരിയാസ് ആണ്, എല്ലാ കറണ്ട് അഫയേഴ്സും ഇതിൽ ചോദിക്കില്ല. ഇതിൽ ചോദിക്കുന്ന കുറച്ച് കറണ്ട് അഫയേഴ്സ് ഏരിയാസ് ഉണ്ട്. ആ കറണ്ട് അഫയേഴ്സ് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾക്ക് പ്രാധാന്യം നൽകുന്ന കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പഠിച്ചെടുത്തിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, സിലബസിനെ പലരും മൊത്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കും. എല്ലാം ആ സിലബസിലുള്ളതെല്ലാം പഠിക്കാം എന്ന് വിചാരിക്കും. സെറ്റ് പോലൊരു എക്സാമിന് സത്യം പറഞ്ഞാൽ അങ്ങനെ പഠിക്കുകയേ ചെയ്യരുത്. കോർ ഏരിയാസ് ഐഡന്റിഫൈ ചെയ്ത് തന്നെ വേണം നിങ്ങൾ സെറ്റിന് പ്രിപ്പയർ ചെയ്യാൻ. അപ്പം അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇനിയുള്ള എക്സാമിനും ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. ഓരോ ഏരിയയിൽ നിന്നും ഇത്ര മാർക്ക് ചോദിക്കുമെന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ആ മാർക്കിന് ഡിസ്ട്രിബ്യൂഷനൊക്കെ വന്നു തുടങ്ങി. എങ്കിലും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും കഴിഞ്ഞ കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കോർ ഏരിയാസ്. അപ്പോൾ കോർ ഏരിയാസിൽ നിന്ന് ഒരു പഠനം തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇനി കോർ ഏരിയാസിലേക്ക് പല ഉദ്യോഗാർത്ഥികൾക്കും നേരിട്ടെത്താൻ പറ്റുന്നില്ല. അതിന് കാരണം അവർക്ക് ആ സബ്ജക്റ്റിലുള്ള ബേസ് ഇല്ലായ്മയാണ്. അപ്പം മിക്കവരും കുറേ വർഷത്തിന് ശേഷമായിരിക്കും, ഇപ്പം എക്കണോമിക്സ്, ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നതിനിപ്പുറം ഞങ്ങളുടെ ഇന്നിപ്പോൾ റിസൾട്ട് വന്ന ദിവസമാണ്. ആ ദിവസങ്ങളിൽ ഒരുപാട് കുട്ടികളുടെ റിസൾട്ട്, അവരെങ്ങനെയാണ് ഇത് പഠിച്ചത്, അവരെന്തുകൊണ്ടാണ് എക്സാം പാസ്സായത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം പലരും പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് വർഷങ്ങളുടെ ഒരു ഗ്യാപ്പ് വരുമ്പോൾ നമ്മൾ എപ്പോഴും അതിലൊരു ബേസ് പ്രോപ്പറായിട്ട് ചെയ്തു കൊടുക്കാറുണ്ട്. എന്താണ് ഈ സബ്ജക്റ്റിൻ്റെ ബേസ്, ഇങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ബേസ് പലപ്പോഴും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നന്നായിട്ടുണ്ടേ എങ്കിലാണ് നിങ്ങൾക്ക് ഈ ഒരു എക്സാം വേഗത്തിൽ ക്ലിയർ ചെയ്യാൻ സഹായകരമാകുന്നത്. അതുകൊണ്ട് തന്നെ സബ്ജക്റ്റിന് എവിടെയെങ്കിലുമൊക്കെ ബേസ് പോയിട്ടുണ്ടെങ്കിൽ അത് ആദ്യം ബിൽഡ് ചെയ്യാം. ഓക്കെ, ഇനിയും
പലരും ഈ എക്സാമിനെ പോകുന്നത് തന്നെ അതിന്റെ പാസ് മാർക്ക് പെർസെൻറ്റേജ് മാത്രം നോക്കിയിട്ടാണ്. അപ്പൊ അത് മാത്രം നോക്കിയിട്ട് നിങ്ങൾ പോകരുത്. അവിടെയൊക്കെ അഗ്രിഗേറ്റിനൊക്കെ വലിയ സാധ്യതയാണുള്ളത്. ചിലപ്പോൾ ഈ പേപ്പർ 1 കിട്ടും, പേപ്പർ 2 കിട്ടും, പക്ഷെ അഗ്രിഗേറ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പാസ് പെർസെൻറ്റേജ് മാത്രം ആശ്രയിച്ചുള്ള പഠനമാകരുത് നിങ്ങൾ കൊണ്ടുപോകുന്നത്. പാസ് പെർസെൻറ്റേജിനെ മാത്രം ആശ്രയിക്കുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് എന്ത് സംഭവിച്ചാലും അത് നമ്മളുടെ വിജയത്തെ ബാധിക്കും. ഇനിയും അടുത്തത്, പലരും സെറ്റ് കിട്ടിയാൽ കിട്ടി എന്നൊരു വിചാരത്തിൽ മാത്രമാണ് ഇതിനെയൊക്കെ സമീപിക്കുന്നത്. BEd ഉണ്ട്, PG ഉണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കും സെറ്റൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു വലിയ സീരിയസ് അല്ലാതാണ് പഠിക്കുന്നത്. പക്ഷേ അത് സിസ്റ്റമാറ്റിക് അല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കില്ല. കേരളത്തിൽ നടത്തുന്ന ടീച്ചിങ് എലിജിബിലിറ്റി ടെസ്റ്റിലെ ഏറ്റവും പ്രയാസമുള്ള ഒന്നായിട്ട് സെറ്റ് മാറുകയാണ്. അതുകൊണ്ട് തന്നെ സബ്ജക്റ്റ് വൈസ് എക്സ്പേർട്ടായിട്ടുള്ള അധ്യാപകരുടെ ക്ലാസ്സുകൾ എടുത്ത് തന്നെ മുന്നോട്ട് പോവുക. ഒരു സപ്പോർട്ട് എടുക്കുക. കുറച്ചും കൂടെ കാര്യങ്ങൾ ഒരു പ്രാവശ്യം എഴുതിയെടുത്താൽ, ഇപ്പം നമുക്കിത് എഴുതിയെടുത്താലുള്ള നേട്ടങ്ങളെ പറ്റി ആലോചിക്കുക. എത്രയും സ്പീഡിൽ തന്നെ നമുക്കിത് എഴുതിയെടുത്താൽ നമുക്കൊരു സ്കൂളിൽ പാർട്ട് ടൈം ആയിട്ട് പോകണമെങ്കിലോ ഒരു ഗവൺമെൻറ് എക്സാം അപ്പിയർ ചെയ്യണമെങ്കിലോ ഒക്കെ സെറ്റ് വേണം. അപ്പം അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇതൊരു തമാശയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ചെയ്യുക. അതോടൊപ്പം തന്നെ എന്തെങ്കിലും പഠിച്ചാൽ, ഇപ്പോൾ പലതും ഒരു റാങ്ക് ഫെയിൽ മാത്രം വായിച്ചുള്ള പഠനം അങ്ങനെയാണ് എങ്കിൽ നമുക്കിത് കൃത്യമായിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കില്ല. ഇതിനൊരു പ്രോപ്പർ പഠനമാണ് ആവശ്യമുള്ളത്. പ്രോപ്പർ പഠനത്തിൽ CC ലേണിംഗ് ആപ്പ് നിങ്ങളോടൊപ്പം ഉണ്ട്. ഞങ്ങൾ എല്ലാ വിഷയങ്ങൾക്കും ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഈ റിസൾട്ടിൽ ഞങ്ങളുടെ പേജുകൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, കേരളത്തിൽ മറ്റൊരു സ്ഥാപനത്തിനും ഇത്രയധികം റിസൾട്ടുകളില്ല. ആ പേജുകളിലൂടെ നിങ്ങളൊന്ന് പരിശോധിക്കുക. അത്രയും റിസൾട്ടുമായിട്ട് ഞങ്ങൾ എത്തുന്നത് മികച്ച അധ്യാപകരുണ്ടായതുകൊണ്ട് തന്നെയാണ്. നല്ല അധ്യാപകർ ഒരു കുടക്കീഴിലേക്ക് എത്തുന്നു. അതോടൊപ്പം തന്നെ കൃത്യമായ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ടീം, ഡെഡിക്കേറ്റഡ് ടീം സെറ്റിന് വേണ്ടി ഞങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങൾക്കും വീട്ടിലിരുന്നു കൊണ്ട് സെറ്റ് പഠിക്കാം. ഇപ്പൊ ബിഗ് ഡേ CCയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടം പോലെ ഓഫേഴ്സ് ഉണ്ട്. കോഴ്സ് പർച്ചേസ് ചെയ്ത് CC ലേണിംഗ് ആപ്പിലൂടെ നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുക. അപ്പം നിരാശരായിരിക്കുകയല്ല വേണ്ടത്, പരിശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുക. അടുത്ത വിജയം നിങ്ങളുടേതാണ്. എല്ലാവിധ ആശംസകളും.